വജുഹുൽ ഹലാൽ എന്ന് നേരത്തെ പറഞ്ഞില്ലേ? ഹലാലായ സംയോഗം വജുഹുൽ ഹലാൽ, ഹലാലാണെന്ന് ധരിച്ചുകൊണ്ട് ചെയ്ത സംയോഗം രണ്ടുണ്ട്. വത്തുൽ ഹലാലും വത്തുൻ അലാ വജിഹിൽ ഹലാലും ഉണ്ട്. രണ്ടിനും ഒരേ വിധി. ദിന അല്ല. അതാ താരീഫ് ഒന്ന് കേട്ടോ. മാലിക്കി മദ്ഹബുകാർ പറഞ്ഞ താരീഫ് കുല്ലു വത്തിയൻ ഹറാമുൻ ഹറാമുൻ കാന ബിനിക്കാഹി ശുബ്ഹത്തിൻ ഔ ജഹാലത്തിൻ ഫൽ ഹദ്ദു ഫീഹി സാഖിത്തുൻ. ഹറാമായ വത്ത് അബദ്ധം കൊണ്ടോ വിവരക്കേട് കൊണ്ടോ പെട്ടുപോയതാണെങ്കിൽ ശിക്ഷ ഒഴിവായി കിട്ടി. വൽ വലതു ഫീഹി ലാഹിഖുൻ, കുട്ടി അവനിലേക്ക് ചേരും. കുല്ലു വത്തിയൻ ഹറാമിൻ, നിരോധിക്കപ്പെട്ട സംയോഗം. കാനവിനിക്കാഹി ശുഭത്തി, എങ്ങനെയാ ചെയ്തു പോയത്? എൻ്റെ ഭാര്യയാണ് ഇത് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ജഹാലത്ത് കൊണ്ട്, അല്ലെങ്കിൽ കൈ കൊടുക്കാൻ പറ്റിയ ആളല്ല കൈ കൊടുത്തത്, വിവരം കുറഞ്ഞു പോയത് കൊണ്ട്, സാക്ഷി വേണ്ട പോലെ ആയിട്ടില്ല, എന്നാൽ അവിടെ ചാട്ടമാറാട്ടിയോ അറിഞ്ഞു കൊല്ലലോ ഉണ്ടോ? കുട്ടി ചേരൂലേ? വമാക്കാനെ യതഅമ്മദു ബിഗൈരി വജിഹി ശുബ്ഹ, അബദ്ധത്തിൽ കുടുങ്ങിയതല്ല, നേരാവണ്ണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത് നേരെയല്ല എന്ന് പറയുമ്പോൾ കെത്തിക്കയറുന്നു. എന്തിനാ നേരെയാകുന്നത്? എന്നാലും അബദ്ധത്തിൽ കുടുങ്ങിയതല്ല. കുട്ടിച്ചേരോ? ആസാറും കസീറത്തുൻ, എത്രയോ ഉദ്ധരണികൾ സഹീഹുൽ ബുഖാരിയിലുണ്ട്. സിനയിലൂടെ ബന്ധപ്പെട്ടാൽ മുസാഹറത്ത് ബന്ധം വരുമോ? മുസാഹറത്ത് മുഖേന നാലാള് ഹറാമാകണ്ടേ? മകൻ്റെ ഭാര്യ, പിതാവിൻ്റെ ഭാര്യ, ഭാര്യൻ്റെ മകള്, ഭാര്യൻ്റെ ഉമ്മ. ഇത് വ്യഭിചാരത്തിൽ കൂടി ഈ ബന്ധം നിലവിൽ വരോ ഇല്ലേ? ഷാഫി മദ്ഹബ് വെട്ടിത്തിളങ്ങി പറഞ്ഞു, എന്ത് വരില്ല. അസിന ലാ യുഹരിമു ശൈഅ, മുസാഹറത്തിൽ പറഞ്ഞ ഒരു നിയമവും എവിടെ വരില്ല. ആ മകൻ കെട്ടിയതായ പെണ്ണിനൊപ്പാക്ക് കെട്ടിക്കൂടാന്നില്ലേ? മകൻ വ്യഭിചരിച്ചതായ പെണ്ണിനൊപ്പാക്ക് കെട്ടിക്കൂടെ? ഉപ്പ കെട്ടിയതായ പെണ്ണിനെ മകന് പറ്റോ? ഉപ്പ വ്യഭിചരിച്ചതായ പെണ്ണിനെ പറ്റൂലേ? ഒരാൾ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചു, അതുകൊണ്ട് ആ വ്യഭിചരിക്കപ്പെട്ട പെണ്ണിൻ്റെ ഉമ്മ അമ്മായിയാവോ? ഇങ്ങനെ ശാഫിഈ, മാലിക്കി മദ്ഹബ്, മുവത്തയിൽ അതാണ് തെളിയിക്കുന്നത്. മറ്റേ രണ്ട് മദ്ഹബുകാർ വിഘടനം പറഞ്ഞിട്ടുണ്ട്. മഹല്ലിയിലുണ്ട് ഇത് 3243, തുഹ്ഫയിലുണ്ട് 7304, നിഹായ 6275, മുഗ്നി 3178. ഇപ്പം എന്താ ദിനാ ചെയ്തത് കൊണ്ടൊന്നും സ്വന്തം മകളുടെ സ്ഥാനത്തെത്തോന്നും ഇവനിക്ക് കെട്ടൽ ഹറാമാവോ? ദിന ഖുബൂലിലാവട്ടെ ദുബൂറിലാവട്ടെ തഹരീമുൻ നിക്കാഹിനെ ഉണ്ടാക്കി തീർക്കും അബൂ ഹനീഫ ഇമാമും ഹംബലി ഇമാമും. ഖുബൂലിലോ ദുബൂറിലോ കുറ്റകരമായ കാര്യമാണല്ലോ ദിന, എന്നാലും കെട്ടൽ ഹറാമായി. ബാക്കി നോക്കിക്കോന്നാ പറയും. കെട്ടൽ ഹറാം എന്നത് വരുമ്പോൾ അത് അതിൻ്റെ സ്വഭാവമാണെന്ന് പറയും. ഇവൻ്റെ നുത്തുപത്ത് വീത്തിയതല്ലേ, അതുകൊണ്ട് അത് മുസാഹറത്തിൻ്റെ എല്ലാ അക്കാമും അവിടെ വരും എന്നാ പറയും. കെട്ടൽ ഹറാം ബന്ധുക്കളാവുന്നല്ല. സുബഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതുപോലുള്ള നിയമങ്ങൾ എവിടെയും വരും. മഹറമിയത്താകും എന്നോട് പറഞ്ഞിട്ടില്ല. തൊട്ടാവുന്ന മുറിയില്ല എന്നോ കാണാൻ പറ്റുമെന്നോ കാണാനോ മുസാഫത്താക്കാനോ തഹബീലോ പറ്റുമെന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെന്ത് ബാക്കിയാകും? കട്ടൽ ഹറാമ് എന്ന് പറഞ്ഞ വിധി ആ ശരിയായ നിക്കാഹ് പോലെ തന്നെ അവിടെ ഉണ്ട് പോലും സിനാക്കെത്തും. ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബുമാണ്.
വത്തു ശുഭത്ത് യൂജിബു തഹരീമ ലൽ മെഹറമിയത്ത. ശുഭത്തിൻ്റെ വത്ത് കൊണ്ടും തഹരീമല്ലേ വന്നിട്ടുള്ളൂ, മെഹറമിയത്ത് വന്നതാ. പല യൂസും നഗറും അമ്മായി എന്ന നിലക്ക് നോക്കാൻ പറ്റുമോ? അല്ലെ മകൻ്റെ ഭാര്യ എന്ന നിലക്ക്, ഉപ്പാൻ്റെ ഭാര്യ എന്ന നിലക്ക് മസ് പറ്റോ? തൊട്ടോ നൂറിയൂലേ? 10,352 ആർക്ക് കട്ട ഒന്നും വരൂല എന്നല്ലേ പറയും. വലാ തങ്കിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ, സൂറത്ത് നിസാ 32. എന്താ? വലാ തങ്കിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ. അവർ പറയുന്നത് നകഹ എന്ന് പറഞ്ഞ വത്ത് എന്നാണ് പോലും മുറാദ്. അവർ ദുർവ്യാഖ്യാനം വെച്ചത് ഹനഫി ഹംബലി. എന്താ നമ്മൾ വെച്ചത്? അങ്ങനെയല്ല. സ്വഹീഹായ രൂപത്തിൽ നിങ്ങൾ കെട്ടിയാൽ, നിങ്ങളെ പിതാക്കന്മാർ കെട്ടിയാൽ നിങ്ങൾ കെട്ടണ്ടെന്ന്. അവർ അങ്ങനെയല്ല വെച്ചത്. ഏതെങ്കിലും വിധേനെ സംയോഗം ചെയ്തു പോയെങ്കിൽ ഇനി പറ്റൂല. ഇപ്പം എന്ത് ചെയ്യും? പെട്ടു. ആ മാ തഅല്ലഖ ബിൽ വത്തിയിൽ മുബാഹി തഅല്ലഖ ബിൽ വത്തിയിൽ ഹറാമീൻ. അവർ തെളിവെടുക്കുന്ന ഹൈദകാരിയെ സംയോഗം ചെയ്താൽ ബന്ധം വരുന്നില്ലേ? ഇപ്പൊ കെട്ടിയിട്ട് അതിനുള്ള സമയത്ത് സംയോഗം ഉപ്പാന്റെ മൂത്തുകത്തായിട്ട് കൂട്ടുന്നില്ലേ? പക്ഷേ വത്തുവും മുബാഹുൻ യസ്ബുത്ത് ബിഹിൽ മുസാഹറത്ത് ഇജ്മാഅ. അപ്പം നിയമം പഠിച്ചോ? ശരിയായ ഹലാലായ ഐനുൽ യഖീൻ, ഇൽമുൽ യഖീൻ, ഹഖുൽ യഖീനായ വത്തുകാണെങ്കിൽ മുസാഹറത്തിൽ പറഞ്ഞ എല്ലാ വിധിയും അവിടെ വരും. അതിൽ ലോക പണ്ഡിതന്മാരെ തിപ്പാക്കാം. ആർക്കെങ്കിലും അതിൽ എതിര് പറയാനുണ്ടാ? ശുഭത്തിൻ്റെ വത്തുവോ അതും മുബാഹ് പോലെ തന്നെ, അതിലെതിര് പറയാനുണ്ടോ? ഹറാമായ വത്തുവോ കഠിന കഠോരമായി സിനാ ചെയ്തു, അവിടെയും മുസാഹറത്തിൻ്റെ വിധിയിൽ നിന്ന് തഹരീമ് വരുന്നുണ്ട് പോലും. അബൂ ഹനീഫ, അഹ്മദ് ബിൻ ഹംബൽ ഖിലാഫല്ലിൽ മാലിക്കി വശാഫി. ശരിയായില്ലേ? ഇനി ചക്കനെ കൊണ്ട് ലൂത്ത് പണി എടുത്താലോ? മകനെ കൊണ്ട് എന്താണ്? കുട്ടിയെ, ആൺകുട്ടിയെ ഉപയോഗിച്ച് കളഞ്ഞു പോലും. എന്നാൽ അത് മുഖേന ഒരു മുസാഹറത്ത് വരൂല എന്ന് അയിമത്ത് സലാഹ. കാരണം പ്രകൃതി വിരുദ്ധമാണത്. വരൂ എന്ന് ഹംബലിയും ഇമാം പറഞ്ഞിട്ടുണ്ട്. യതഅല്ലഖു ബിഹി തഹരീം, മഹറമിയത്ത് വരുമെന്നല്ല. എന്ത് വരും എന്ന് പറഞ്ഞാൽ ഈ ലൂത്ത് പണിയെടുത്തവന്നെ ഹറാമാണ് അരക്കെട്ടൽ. പെങ്ങളെയും അല്ല ഉമ്മാനെ, ആ ഗുലാമിൻ്റെ ഉമ്മ അമ്മായിനെ കെട്ടൽ ഹറാമായി. അതുപോലെ മകള് ആരുടെ മകള്? ഉമ്മുൽ ഗുലാം, അതുപോലെ ബിന്ദുൽ ഗുലാം. ബിന്ദുൽ ഗുലാം എന്തേ? ബിന്ദുൽ ഗുലാം എന്താ? മകനെ പോലെ ഭാര്യനെ സംയോഗം ചെയ്ത ഭാര്യന്റെ മകനുൽ ഗുലാമി ആ ചെക്കനെ ഹറാമായി ഉമ്മുല്ലായിത്തി. ആരമ്മ? ഇബിനത്തുല്ലായിത്തി. ആരുടെ മകളെയും? ഹംബലി മദ്ഹബ്. ലാ യസൂതു തഹരീമു, തഹരീമ് സ്ഥിരപ്പെടൂല. വൈനുഖീമ അലൈഹിൽ ഹദ്ദു, ഗവൺമെൻറ് ശിക്ഷ നടപ്പിലാക്കിയാലും ശരി നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും ശരി. വൈലം യുഖം അലൈഹിൽ ഹദ്ദു, ഹദ്ദ് നടപ്പിലാക്കിയിട്ടില്ല, ഗവൺമെൻറ് കേസെടുത്തിട്ടുമില്ല. എന്നാൽ അദമു തഹരീം മഖ്തൂഉൻ ബിഹിയാണ്. ചെറിയ സംശയം എവിടെയാണ്? ഹദ്ദ് നടപ്പിലാക്കിയെടുത്താണ്. ഒരാൾ സിനാ ചെയ്തെന്ന് കേസ് നടത്തിയിട്ട് എന്തായി? ശിക്ഷ നടത്തി. എന്നാലും കണക്ക് തന്നെ ശിക്ഷ നടത്താണ്ട് കേസ് തള്ളിപ്പോയി. എല്ലാം കണക്ക് തന്നെ അല്ലേ? പിന്നെ മാലിക് ഇമാം ശിക്ഷ നടപ്പിലാക്കിയാൽ പോലും എന്ന് പറഞ്ഞത് ശിക്ഷ നടപ്പിലാക്കാതെടുത്ത് അദമു തഹരീമ് ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ്.
കേസ് തള്ളിപ്പോയെടുത്ത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ അടയാൻ വേണ്ടി ആക്കിയെടുത്ത്. അതാണ് ആ പറയുന്നത്. ഇനിയുള്ള ഇബാറത്ത് എന്താ ഉള്ളത്? മാലിക് ഇമാം പറഞ്ഞ വാക്ക് നിക്കാഹുർ റജുലി, ഒരു മനുഷ്യൻ നിക്കാഹ് ചെയ്യുക ഉമ്മമ്രാത്തി, ഭാര്യൻ്റെ ഉമ്മാനെ, അത് അസാബഹ, അത് അസാബഹ, അവൻ സംയോഗം ചെയ്തിരുന്നു. അരെ അലാവജിയുമായിക്കുറവ് ശരഈ വിരുദ്ധമായിട്ട് സിനാ ചെയ്ത്. എന്നാൽ ഈ പെണ്ണിൻ്റെ ഉമ്മ എന്താണ്? കാലമാലിക്കുൻ, മാലിക് ഇമാമ പറയുന്നു ഫിർറജിലി യസിനി ബിൽ മർഅത്തി, ആരുമായിട്ട് വ്യഭിചാരം ചെയ്തു, എന്നിട്ട് ഫയുഖാമു അലൈഹിൽ ഹദ്ദു, അതിനനുസരിച്ച് ഏറും അല്ലെങ്കിൽ എല്ലാം കിട്ടി, ഗവൺമെൻറ് തന്നെ പിടിച്ചതാണ് പട്ടാപ്പകലി. ആ സമയത്ത് അന്നഹു യങ്കിഹു ഇബ്നതഹ, എന്താക്കാം വയങ്കിഹു ആ ഇബ്നുഹു, ഇവൻ്റെ മകനിക്കും കെട്ടാം ഇൻഷാല്ല വേണമെങ്കിൽ. അതാ അന്നേരം ചോദിക്കുന്നത് ഹദ് നിലനിർത്തി എന്തിന് പറഞ്ഞു എന്നാണ്. എന്തേ ഇത് ജഹ്ർ എന്ന നിലക്ക് തന്നെ അറിയപ്പെട്ടില്ലേ? സംശയമുണ്ടെങ്കിൽ തന്നെ അപ്പുറല്ലേ വണ്ടി അല്ലേ? ഇവിടെ തന്നെ കെട്ടാന്നാ പറയും. വദാലിക, അത് കാരണം അന്നഹു അസാബഹ ഹറാമെന്ന്, അവൻ സംയോഗം ചെയ്തത് എന്ന് നിൽക്കാൻ. വൈന്നമല്ലതീ ഹറമല്ലാഹു, അല്ലാഹു തആല ബന്ധം സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് മാ ഉസീബ ബിൽ ഹലാലി, ഒന്നെങ്കിൽ തനി ഹലാലിലാവണം, ഔ അലാ വജ്ഹി ശുബ്ഹത്തി ബിൻ നിക്കാഹ്, അല്ലെങ്കിൽ അബദ്ധത്തിലാവണം. തിന്നില്ലേ? ഫയുഖാമു അലൈഹിൽ ഹദ്ദു, അതുകൊണ്ട് ചിലയാൾ കൈതാക്കി മാ ലാ യുഖാമു അലൈഹിൽ ഹദ്ദു, അതേതാ ശുബ്ഹത്തിൻ്റെ നിക്കാഹ്, അത് ഹറാം തന്നെയാണ്, ഹദ്ദില്ല. അതുപോലെ ജഹാലത്തിൽ ഇൽമില്ലാണ്ട് ഇദ്ദയിലാണ് എന്നറിയാതെ അല്ലെങ്കിൽ ഹറാമാണെന്നറിയാതെ പെട്ടുപോയത്, അങ്ങനെ എല്ലാ കാല. അപ്പോൾ ഫൈഖാമു അലൈഹിൽ ഹദ്ദു എന്ന ഇബാറത്തിന് വിലയില്ലേ? ഫതുൽ മീൻ പറഞ്ഞത് വൈങ്കാനത്തിൽ ബിന്ദു മഖ്ലൂഖത്തൻ മിമായി സിനാഹൂൻ, എന്താ യജൂസു മഅൽ കറാഹത്തി നിക്കാഹുഹാ, കൊടിയ കറാഹത്തുണ്ട്. ആരപ്പനി കാണിച്ചുകൊണ്ട് ഹംബലിക്കാരെയും ഹനഫിക്കാരെയും പരിഗണിച്ചുകൊണ്ട് ഉപേക്ഷിക്കലാ നല്ലത് പോലും. ഷാഫിഈ മാലിക്കി, പെണ്ണ് അജ്നബിയത്താണ്, ഒരു ബന്ധമില്ല എന്നാണ്, നസബില്ല, ഇർസില്ല, വാങ്ങിയായിക്കാവോ, നഫഖ ഉണ്ടോ, ആടെ ലാ മഖ്ലൂഖത്തു മിൻ മായി സിനാഹു ഫലാ തഹറുമു അലൈഹി ഇദ് ലാ ഹുർമത ലിമായി സിനാ ദാലും ലം യുക്റഹൂൻ ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഹറമഹ കൽ ഹനഫിയ്യ വൽ ഹനാബില. എന്താണ് ഫതുൽ മീൻ ആശിയ ഉൾപ്പെടെ കരിക്കപ്പാറ ഉൾപ്പെടെ 348 349. അമ്മ വലതുഹാ മീൻ സിനാഹ, ജിനയിൽ ജനിച്ച കുട്ടി ഉമ്മയായിട്ട് അടച്ചിട്ടുണ്ട്, ഉമ്മാക്കൊന്നും ഒരു കുറവുണ്ടാ. പയറുമാലിയ, പെണ്ണിന് ഉമ്മാക്ക് ഈ കുഞ്ഞു ബന്ധു തന്നെയാണ്, തൊട്ടോ തോന്നിയോ? ഇവനിക്കാ പറഞ്ഞത് നസബ് ചേരോ, ഇർസുണ്ട്, ഉമ്മയിലേക്കെല്ലാം ഉണ്ട്, ഉമ്മയിലേക്കെല്ലാം ഉണ്ട്. ഈ മസലയിൽ തന്നെ താരമു ബിന്ദു സിന, സിനയിൽ ജനിച്ച പെണ്ണ് മകള് ഹറാമാണ്, ഇവന്റെ ജുസ് ആണല്ലോ, പിന്നെ എങ്ങനെ കെട്ടുന്നത്? എന്ത് കെട്ടൽ? ഹനഫി ഹംബലി അവർ പറയുന്ന തമ്പിയാക്കുന്ന ഞങ്ങളുടെ നേരെ ബന്ധുവായി എന്ന് ഉന്നയിക്കല്ലേ നിങ്ങൾ എന്നാണ്. നിക്കാഹ് തഹരീമാണെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ള കാര്യങ്ങൾ ഹലാലാണ് എന്ന് അവർ പറയുന്നില്ല. നുത്തുഫത്ത് ഇവനിൽ നിന്ന് വീണതായത് കൊണ്ട് ആ പെണ്ണിനെ കെട്ടാൻ പറ്റൂല എന്നേ ആര് പറഞ്ഞിട്ടുള്ളൂ? പറഞ്ഞിട്ടുള്ളൂ. കണ്ടാ ഇത് പറ്റൂ, കറാത്ത് ഹനഫി ഹംബലിയാ പറഞ്ഞു. ഇതിനേല് കുട്ടിയുണ്ടായി, ശേഷം ഇവർ രണ്ടാളെന്നെ കല്യാണം കഴിച്ച്, അങ്ങനെ
അതിലൊരു ആൺകുട്ടി ഉണ്ടായി. ഈ ആൺകുട്ടിനും പെണ്ണിനും പരസ്പരം കെട്ടിക്കാൻ പറ്റുമോ? ജിനയിലുണ്ടായ കുട്ടികൾ ഒരിക്കലും എണ്ണൂലല്ല. ജിനയിലുണ്ടായത് പെൺകുട്ടി. ശേഷം ഈ രണ്ടാളും ജാനിയത്തും കല്യാണം കഴിച്ചു. അത് ഇവനുമായിട്ട് ചേരുന്നില്ലല്ലോ എന്ന്. ജിനയിലുണ്ടായ പെൺകുട്ടി ഉമ്മാന്റെ ഭാഗത്തിലല്ലേ എനിക്ക് കിട്ടുന്നുള്ളൂ.